മലപ്പുറം തിരൂരിൽ റിമാൻഡിലായിരുന്ന പോക്സോ കേസ് പ്രതി മരിച്ചു. തിരൂർ സ്വദേശി റഫീഖാണ് ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. തിരൂർ സബ് ജയിലിലായിരുന്ന ഇയാളെ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ഇന്നലെ രാത്രിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അഷ്കർ അലി കരിമ്പ മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകും. അഷ്കർ, എന്താണ് സംഭവം? ഏതെങ്കിലും തരത്തിലുള്ള പരാതികളുണ്ടോ ഇപ്പോൾ? ബിനിൽ, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തിരൂർ സ്വദേശിയായ റഫീഖിന് ബസ്സിൽ വെച്ചുണ്ടായ ഒരു ലൈംഗിക അതിക്രമ കേസിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ഇയാളെ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇങ്ങനെ റിമാൻഡ് കാലാവധിയിൽ തിരൂർ സബ് ജയിലിൽ തുടരവെയാണ് ഇയാൾക്ക് ഇന്നലെ ദേഹാസ്വസ്ഥമുണ്ടാകുന്നത്. ആദ്യം വൈകുന്നേരത്തോടെ തന്നെ ഇയാൾ അസ്വസ്ഥ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ജയിലിലെ ഉദ്യോഗസ്ഥർ ഇയാളെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് ചികിത്സകൾക്ക് ശേഷം ഇയാളെ വീണ്ടും വൈകിട്ട് സബ് ജയിലിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ രാത്രിയോടെ ഇയാൾക്ക് വീണ്ടും ദേഹാസ്വസ്ഥം ഉണ്ടാവുകയായിരുന്നു. ഇയാൾ ജയിലിൽ വെച്ച് ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു. തുടർന്ന് വീണ്ടും ഇയാളെ തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഈ സമയത്താണ് ഇദ്ദേഹത്തെ കുഴഞ്ഞു വീഴുകയും പിന്നീട് മരിക്കുകയും ചെയ്യുന്നത്. ബിനിൽ. ഓക്കെ, മലപ്പുറം തിരൂരിൽ റിമാൻഡിലായിരുന്ന പോക്സോ കേസ് പ്രതിയാണ് മരിച്ചത്. തിരൂർ സ്വദേശി റഫീഖാണ് ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. തിരൂർ സബ് ജയിലിലായിരുന്ന ഇയാളെ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ഇന്നലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അഷ്കർ അലി കരിമ്പ.